നമ്മളിപ്പോൾ ബെൽഗ്രേഡ് സിറ്റി സെൻട്രലിൽ നിന്ന് സെയിൻറ്റ് സാവ കത്തീഡ്രൽ, ഒരു സെയിൻറ്റ് സാവ എന്ന് പറഞ്ഞിട്ട് ഒരു ചർച്ചുണ്ട്. ആ ചർച്ചിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ലോകത്തിലെ തന്നെ, വേൾഡിലെ തന്നെ ഏറ്റവും വലിയ ഒരു ഓർത്തഡോക്സ് ചർച്ചാണ്. അതോടൊപ്പം തന്നെ അതിൻ്റെ കാലികമായ പ്രാധാന്യങ്ങളും വളരെ വലുതാണ്. അപ്പോൾ അത്തരത്തിലുള്ള വിശേഷങ്ങളൊക്കെ നമുക്ക് ആ ചർച്ചിൽ എത്തിയിട്ട് ഞാൻ പറയാം. അപ്പോൾ അതൊക്കെ ഒന്ന് നിങ്ങളെല്ലാവരെയും കാണിച്ചു തരാം. ഓക്കെ. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെയാണ് നമ്മുടെ സെർബിയ യാത്രയുടെ മറ്റൊരു ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഇപ്പോൾ നമ്മളുള്ളത് സെർബിയയുടെ ക്യാപിറ്റൽ നഗരമായ ബെൽഗ്രേഡിലാണ്. അപ്പോൾ ബെൽഗ്രേഡ് സന്ദർശിക്കുന്ന ഏതൊരു സഞ്ചാരിയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രാധാന്യമുള്ള, വളരെ ചരിത്ര പ്രാധാന്യമുള്ള, കാലിക പ്രസക്തിയുള്ള ഒരു വിശുദ്ധ സ്ഥലത്താണ് നമ്മൾ നിൽക്കുന്നതെന്ന് വേണമെങ്കിൽ പറയാം. നമ്മളിപ്പോഴുള്ളത് ബെൽഗ്രേഡിലെ സെയിൻറ്റ് സാവ ചർച്ചിലാണ്. സെയിൻറ്റ് സാവ ചർച്ചിനെ കുറിച്ച് പറഞ്ഞാൽ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഓർത്തഡോക്സ് ചർച്ചാണ് സെയിൻറ്റ് സാവ ചർച്ച്. അപ്പോൾ ആ സെയിൻറ്റ് സാവ ചർച്ചിൻ്റെ മുൻപിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇതിൻ്റെ ചരിത്ര പ്രാധാന്യം ഒരുപാടാണ്, ഇതിൻ്റെ കാലിക പ്രസക്തി ഒരുപാടാണ്. റഷ്യൻ പ്രസിഡന്റ് 2019 ഇവിടെ വന്നിരുന്നു. അതിൻ്റെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് പിന്നീട് കാണാം. അതുപോലെ തന്നെ ഈ ഹാഗിയ സോഫിയയുമായി ഈ ചർച്ചിന് എന്താണ് ബന്ധം, ഇത്തരത്തിലുള്ള കുറേ നിങ്ങൾക്ക് കാണാൻ, കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് വിശേഷങ്ങൾ ഈ പള്ളിയുമായി ബന്ധപ്പെട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്കും ഇതിൻ്റെ ചരിത്രത്തിലേക്കും ഇതിൻ്റെ മനോഹാരിതയിലേക്കും ഒക്കെ നമ്മൾ കടന്നു ചെല്ലുകയാണ്. അപ്പോൾ നമുക്ക് ഈ പള്ളിയൊക്കെ ഒന്ന് ചുറ്റി നടന്ന് നമുക്കൊന്ന് കാണാം. ഓക്കെ, ബാ. സെർബിയയുടെ തലസ്ഥാന നഗരമായ ബെൽഗ്രേഡിലെ വ്രേഗാർ എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ഈ ഓർത്തഡോക്സ് കത്തീഡ്രൽ ചർച്ചിന് സെർബിയയുടെ പ്രിൻസും സെർബിയൻ ഓർത്തഡോക്സ് ചർച്ചിലെ സന്യാസിയും അതുപോലെ തന്നെ സെർബിയൻ ജനതയുടെ ആത്മീയ ഗുരുവുമായ സെയിൻറ്റ് സാവയുടെ പേരാണ് നൽകിയിരിക്കുന്നത്. ഈ ഓട്ടോമന്മാർക്കെതിരെയുള്ള യുദ്ധത്തിൽ തങ്ങളുടെ യുദ്ധ പതാകയിൽ വിശുദ്ധ സാവയുടെ ഛായാചിത്രം ഉപയോഗിച്ച് സെർബ്സ് പോരാടിയിരുന്നു. കാരണം അത് അവർക്കൊരു ഉത്തേജനം നൽകുന്ന ഒരു പ്രതീകം കൂടിയായിരുന്നു. അതിൻ്റെ ഒരു പ്രതികാരം എന്നോണം സെയിൻറ്റ് സാവയുടെ തിരുശേഷിപ്പുകൾ ഓട്ടോമൻ ചക്രവർത്തിമാർ ബെൽഗ്രേഡിലെ ഈ പ്രദേശത്തെ ഈ സെയിൻറ്റ് സാവ ചർച്ച് സ്ഥിതി ചെയ്യുന്ന ഈ വ്രേഗാർ എന്ന സ്ഥലത്ത് വെച്ച് കത്തിച്ച് കളയുണ്ടായി. അപ്പോൾ ഈ ദേവാലയം ഇതേ സ്ഥലത്ത് തന്നെ പണി കഴിപ്പിക്കുകയും അതിന് ഈ ഒരു പേര് കൊടുക്കുകയും ചെയ്യുക എന്നുള്ളത്, അതിൻ്റെ പിന്നിലുള്ള കാരണം ഇതാണ്. അത് സെയിൻറ്റ് സാവയോടുള്ള അവരുടെ ഒരു ബഹുമാനാർത്ഥം കൂടെയാണ്. ഇതിൻ്റെ നിർമ്മാണ കാലയളവിൽ തുടക്കത്തിലുണ്ടായിരുന്ന ഡിസൈന് ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. ഹാഗിയ സോഫിയയുടെ ദേവാലയത്തിൻ്റെ അളവുകളും വാസ്തുവിദ്യയുമൊക്കെ പകർത്തുന്നതായിരുന്നു ഈ ഡിസൈനൽ ചേഞ്ചസ് എന്ന് പറയുന്നത്. ഇവിടെയാണ് ഞാൻ നേരത്തെ തുടക്കത്തിൽ സൂചിപ്പിച്ച ഹാഗിയ സോഫിയയും സെയിൻറ്റ് സാവ ചർച്ചുമായിട്ടുള്ള ബന്ധം എന്താണെന്ന് പറയേണ്ടത്. കാരണം AD 537 നിർമ്മിച്ച ലോകത്തിലെ ഏറ്റവും വലിയ ക്രൈസ്തവ ദേവാലയങ്ങളിൽ ഒന്നായിരുന്നു ഹാഗിയ സോഫിയ എന്ന ഈ ഓർത്തഡോക്സ് കത്തീഡ്രൽ. 1453 ഓട്ടോമൻ പടയോട്ടകാലത്ത് കോൺസ്റ്റാന്റിനോപ്പിൾ കീഴടക്കിയ സുൽത്താൻ മുഹമ്മദ് ഹാഗിയ സോഫിയയെ മുസ്ലിം പള്ളിയാക്കി അതിനെ രൂപകൽപ്പന ചെയ്തു. അന്ന് അതിലെ ക്രിസ്തീയ മതചിഹ്നങ്ങളൊക്കെ മറച്ച് മുസ്ലിം ആരാധനാലയത്തിൻ്റെ മാതൃകയിലേക്ക് മാറ്റി. പിന്നീട് 1934 ഇത് ഒരു മ്യൂസിയമായിട്ട് പ്രഖ്യാപിക്കുകയാണ് ഉണ്ടായത്. അങ്ങനെയാണ് തുർക്കിയിലെ ഏറ്റവും വലിയ ഒരു വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊന്നായി ഹാഗിയ സോഫിയ മാറുന്നത്. പിന്നീട് നമുക്കറിയാം, വളരെ റീസെൻ്റ്ലി 2020 പ്രസിഡന്റ് തായിപ്പ് എർഡോഗൻ ഇതിനെ വീണ്ടും വീണ്ടും ഒരു മുസ്ലിം ദേവാലയമാക്കി മാറ്റി. കാരണം ഇതിനെ മ്യൂസിയമാക്കി മാറ്റിയതിന് ശേഷം അന്നത്തെ ഓർത്തഡോക്സ് ചിന്താഗതി ഉണ്ടായിരുന്ന ജനങ്ങൾ അതിനോടൊക്കെ ഭയങ്കര എതിരായിരുന്നു.
അതിനുശേഷം നിരവധിയായ നിയമ പോരാട്ടങ്ങളിലൂടെയൊക്കെ അന്നത്തെ കോടതി വിധി മരവിപ്പിക്കുകയും പിന്നീട് ഇതിനെ മുസ്ലിം ദേവാലയമാക്കി മാറ്റുകയാണ് ചെയ്തത്. എന്നിരുന്നാലും പ്രാർത്ഥനാ സമയങ്ങളിലല്ലാത്ത സമയത്തൊക്കെ ഇവിടെ വിനോദസഞ്ചാരത്തിനുള്ള അനുമതിയും കൊടുത്തിട്ടുണ്ട്. പിന്നീട് നമുക്കറിയാം ഈ ഹാഗിയ സോഫിയ വിഷയം ഉണ്ടായ സമയത്ത് നമ്മുടെ കൊച്ചു കേരളത്തിൽ ഉൾപ്പെടെ നിരവധിയായ രാഷ്ട്രീയ ചർച്ചകൾക്കൊക്കെ എന്താ പറയുക വാതിൽ തുറന്ന ഒരു അവസരമായിരുന്നത്. ലോകത്തിൻ്റെ പലയിടത്തും നമ്മുടെ രാഷ്ട്രീയത്തിലേക്ക് മതം കടന്നു വരുമ്പോഴുണ്ടാകുന്ന അപകടങ്ങളെ ലോകത്തിൻ്റെ പലയിടത്തും നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ നമ്മുടെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം മതനിരപേക്ഷ അല്ലെങ്കിൽ മതേതര ജനാധിപത്യ രാഷ്ട്രമായിട്ട് ഇങ്ങനെ തല ഉയർത്തി ലോകത്തിൻ്റെ മുൻപിൽ നിൽക്കുമ്പോൾ അതിലൊക്കെ അഭിമാനിക്കുക നമുക്കൊരു ഇന്ത്യക്കാരനെന്നുള്ള ഒരു ഇന്ത്യക്കാരനെന്നുള്ള രീതിയിൽ ഒരു നിലയിൽ അതിലൊക്കെ നമുക്ക് ഒരുപാട് അഭിമാനമുണ്ട്. അതിനൊക്കെ മുറിവേൽക്കാതെ കളങ്കം വരാതെ തുടർന്നും പോട്ടെ എന്നാണ് നമ്മുടെയൊക്കെ പ്രാർത്ഥന. അപ്പോട്ടെ, നമ്മൾ പറഞ്ഞു വന്ന വിഷയത്തിൽ നിന്ന് നമ്മൾ പോയി. അങ്ങനെ ഏതാണ്ട് 900 വർഷം ഓർത്തഡോക്സ് കത്തീഡ്രലായും പിന്നീട് 500 വർഷക്കാലം മുസ്ലിം പള്ളിയായും 80 വർഷത്തോളം മ്യൂസിയമായും പിന്നീട് വീണ്ടും തിരിച്ച് 2020 മുസ്ലിം പള്ളിയുമായി ഒക്കെ മാറ്റം സംഭവിച്ച ഹാഗിയ സോഫിയയുടെ രൂപകൽപ്പനയുമായി സാമ്യമുള്ള അല്ലെങ്കിൽ സർ പ്രസിഡന്റ് പറഞ്ഞതനുസരിച്ച് പുതിയ ഹാഗിയ സോഫിയ എന്നാണ് സെയിൻറ്റ് സാവ ചർച്ചിനെ ഇപ്പോൾ വിശേഷിപ്പിച്ചിരിക്കുന്നത്. പിന്നീട് ഇങ്ങനെ ഇതിൻ്റെ ഡിസൈനൽ ചേഞ്ചസ് ഒക്കെ വരുത്തിയതിന് ശേഷം, അതായത് ആർക്കിടെക്ചറൽ ഡയമെൻഷണൽ ചേഞ്ചസും കാര്യങ്ങളൊക്കെ വരുത്തിയതിന് ശേഷം 1935 ഇതിൻ്റെ പുതുക്കിയ ശിലാസ്ഥാപനം നിർവഹിക്കുന്നത് സെയിൻറ്റ് സാവ ചർച്ചിൻ്റെ. പിന്നീട് 39-45 കാലഘട്ടം എന്നൊക്കെ പറയുന്നത് രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ സമയം, 41 യൂഗോസ്ലാവിയ അധിനിവേശത്തിൻ്റെ ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോകുന്ന സമയം. ആ സമയത്ത് ഏകദേശം 10 മീറ്ററായിരുന്നു ഇതിൻ്റെ ഉയരം. 10 മീറ്ററോളം ഇത് കൺസ്ട്രക്ഷൻ പൂർത്തിയായിരുന്നു. പിന്നീട് പണികളൊന്നും നടക്കാതെ അങ്ങനെ ബിൽഡിംഗ് അങ്ങനെ കിടക്കുകയായിരുന്നു. പിന്നീട് 1984 ഇതിൻ്റെ റീഇൻസ്റ്റേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പെർമിഷൻസും കാര്യങ്ങളൊക്കെ വരുന്നു. 1985 മെയ് മാസം 12-ാം തീയതി ഇവിടെ വെച്ചിട്ടൊരു കുർബാന നടത്തിയിട്ടുണ്ടായി. ഏകദേശം 1 ലക്ഷത്തോളം പേരാണ് ആ കുർബാനയിൽ പങ്കെടുത്തത്. അതൊരു വല്ലാത്തൊരു ഒരു ചേഞ്ചായിരുന്നു. അതുവരെ ഇതിൻ്റെ നിർമ്മാണങ്ങൾക്കൊന്നും അനുമതി കൊടുക്കാതിരുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് ഭരണകൂടത്തിന് അതിന് തലകുനിക്കേണ്ടി വന്നു. അങ്ങനെ അതിനു വേണ്ടിയുള്ള നിർമ്മാണ അനുമതി നൽകി. പിന്നീട് ഈ ഇന്ന് കാണുന്ന നിലയിലേക്ക് ഇപ്പോഴും ഇതിൻ്റെ നിർമ്മാണം പൂർത്തിയാവാതെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. 2020 പൂർത്തിയാക്കി ഇതിൻ്റെ ഇനോഗ്രേഷൻ നടത്തുമെന്ന് തീരുമാനിച്ചിരുന്നെങ്കിലും കൊറോണയും അതുമായി ബന്ധപ്പെട്ട തടസ്സങ്ങളൊക്കെ വന്നുകൊണ്ട് ഇതിൻ്റെ നിർമ്മാണം ഇതുവരെ പൂർത്തിയായിട്ടില്ല. ഇതിൽ എടുത്തു പറയേണ്ട വളരെ അട്രാക്റ്റീവായിട്ടുള്ള ഒരു ആർക്കിടെക്ചറൽ ലാൻഡ്മാർക്ക് അല്ലെങ്കിൽ ഒരു ആർക്കിടെക്ചറൽ അച്ചീവ്മെൻ്റ് എന്നൊക്കെ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സെൻറ്ററിലേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം ഒരു ഡോമുണ്ട് ഇതിൻ്റെ സെൻറ്ററിൽ. അത് പൂർണ്ണമായിട്ട് കോൺക്രീറ്റിൽ നിർമ്മിച്ച ഒരു ഡോമാണ് ഇവിടെ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇതിന് ഏകദേശമല്ല, ഇതിന് 4000 ടണ്ണാണ് ഈ ഡോമിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആലോചിക്കണം, ആ ഒരു കാലഘട്ടത്തിൽ ഈ 4000 ടൺ വെയിറ്റുള്ള ഈ ഡോം പൂർണ്ണമായി നിലത്ത് വെച്ച് ഇത് കൺസ്ട്രക്റ്റ് ചെയ്ത് ഇതിനെ ഇന്ന് കാണുന്ന പൊസിഷനിലേക്ക് എടുത്തുയർത്തി അവിടെ സ്ഥാപിച്ചത് അന്നത്തെ നിർമ്മാണത്തിൻ്റെ ഏറ്റവും ഒരു ലാൻഡ്മാർക്ക് അച്ചീവ്മെൻ്റ് ആയിരുന്നു. അപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിപ്പമുള്ള 3 ഓർത്തഡോക്സ് ചർച്ചുകളിൽ ഒന്നായിട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന ഒന്നാണ് സെയിൻറ്റ് സാവ ചർച്ച്. 2019 റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഇവിടെ വന്നിരുന്നു, ഇവിടെ വിസിറ്റ് ചെയ്തിരുന്നു. ഈ ദേവാലയത്തിൽ വന്ന സമയത്ത് ഇതിൻ്റെ നിർമ്മാണങ്ങൾ പൂർത്തിയാക്കുന്നതിന് ആവശ്യമായിട്ടുള്ള സാമ്പത്തിക സഹായങ്ങളൊക്കെ അദ്ദേഹം വാഗ്ദാനം ചെയ്തിരുന്നു. മില്യൺസ് ഓഫ് യൂറോസ് ഇതിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കുന്നതിന് വേണ്ടിയിട്ട് റഷ്യൻ പ്രസിഡന്റ് സംഭാവന നൽകിയിട്ടുണ്ട്. ഇതിൻ്റെ ഉൾത്തളങ്ങളിലേക്ക് നോക്കിയാൽ നമുക്ക് കാണാം, ഈ സ്വർണ്ണ നിറങ്ങളിൽ കാണുന്നതൊക്കെ ഒറിജിനൽ സ്വർണം തന്നെയാണ്. ഞാനിവിടെ ചോദിച്ചു, കാരണം ഇത് സ്വർണത്തിലാണ് ഇതിൻ്റെ ഉൾത്തളങ്ങൾ പണി കഴിപ്പിച്ചിരിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ ഇത്രയധികം സ്വർണമോ എന്നുള്ളത് എനിക്കും ഒരു ആകാംക്ഷയായിരുന്നു. അങ്ങനെ ഞാനിവിടെ ഇവരോട് ചോദിച്ചു, ഇവിടെയുള്ള ആളുകളോട് ചോദിച്ചപ്പോൾ പറഞ്ഞത് ഇത് സ്വർണം തന്നെയാണ്. സ്വർണം എന്ന് വെച്ചാൽ ഈ കാണുന്ന സ്വർണ്ണ നിറത്തിലുള്ളതൊക്കെ സ്വർണത്തിൻ്റെ ഷീറ്റുകൾ പതിപ്പിച്ചിട്ട് എന്തുകൊണ്ടാണ് ഇതിന് ഇത്രയും പ്രൊജക്ഷൻ കിട്ടുന്നതെന്ന് ചോദിച്ചാൽ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ഈ ഗോൾഡൻ മൊസൈക്ക് എന്ന് പറയുന്നത്,
അതായത് സ്വർണത്തിൻ്റെ ഷീറ്റുകൾ പതിപ്പിച്ചിട്ട് അതിൻ്റെ പുറത്ത് സ്ക്വയറിൽ കട്ട് ചെയ്തെടുത്തിരിക്കുന്ന ബ്രോക്കൺ ഗ്ലാസ് പീസസാണ്. ഈ ഗ്ലാസ് പീസ് ചെറിയ മൊസൈക്ക് പോലെ ചെറിയ സ്ക്വയറിലെ ഗ്ലാസ് പീസസ് എടുത്തിട്ട് ഇതിലിങ്ങനെ ഒട്ടിച്ചൊട്ടിച്ച് വെച്ചിരിക്കുകയാണ്. അപ്പോൾ അത് കാണുമ്പോൾ വല്ലാത്തൊരു പ്രൊജക്ഷനാണ്. ഒരു ഷീറ്റാണ്, ഗോൾഡിൻ്റെ ഷീറ്റ് മാത്രം വെച്ചാൽ ഇത്രയും ഒരു ഭംഗി നമുക്ക് ഫീൽ ചെയ്യത്തില്ല. പക്ഷേ അതിനെ കുറച്ചുകൂടി പ്രൊജക്റ്റ് ചെയ്യുന്ന തരത്തിൽ ഈ ഗ്ലാസ് മൊസൈക്ക് കൂടി വെച്ചപ്പോൾ അതിന് ഭംഗി ഇരട്ടിയായിട്ട് നമുക്കത് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ വന്ന കാര്യം ഞാൻ പറഞ്ഞല്ലോ. വന്ന സമയത്ത് ഒരു പ്രതീകാത്മകമായി അദ്ദേഹം ഇവിടെ ഒരു മൊസൈക്ക് അദ്ദേഹം പതിപ്പിക്കുകയുണ്ടായി. കാരണം ഇതിൻ്റെ നിർമ്മാണ ചെലവുകൾ ബാക്കിയുള്ളത് അദ്ദേഹം വഹിക്കും എന്നുള്ളതിൻ്റെ ഒരു സൂചകമായിട്ട് നമ്മൾ പള്ളിയിലേക്ക്, ഈ ചർച്ചിലേക്ക്, കത്തീഡ്രലിലേക്ക് വരുമ്പോൾ ഇതിൻ്റെ മുന്നിൽ തന്നെ ഒരു വാട്ടർ ഫൗണ്ടനൊക്കെ ഉണ്ട്. കുട്ടികൾ അവിടെ വെള്ളത്തിൽ കളിക്കുന്നുണ്ട്. അതിൻ്റെ സൈഡിലായിട്ട് നമുക്ക് ഇരിക്കുന്നതിന് വേണ്ടി ബെഞ്ചുകൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ബെൽഗ്രേഡിലെ സെയിൻറ്റ് സാവ ചർച്ചിൻ്റെ വിശേഷങ്ങൾ. നിങ്ങൾക്കൊക്കെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ ബൈ.